പണ്ട് കാലത്ത് തിരുവോണ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ട് ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഏത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് ഒരു 120 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം. നമ്മൾ വേവിക്കാനായിട്ട് വെച്ച ഏത്തപ്പഴം നമുക്ക് നോക്കാം. അത് വെന്തിട്ടുണ്ട്, അത്യാവശ്യം നമുക്കത് വെന്തിട്ടുണ്ട്. അതിലേക്ക് ആ ഉരുക്കി വെച്ച ശർക്കരയും ഒഴിച്ചിട്ട് പിന്നെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുമ്പേ തന്നെ നമുക്കിനി ഒരു 3 സ്പൂണ് തേങ്ങാക്കൊത്ത്, അല്ലെങ്കിൽ ഒരു 3 പിടി തേങ്ങാക്കൊത്താണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും അതൊന്ന് കുറുകി വരണം. ചെറുതീയിൽ ഏത്തപ്പഴവും അതുപോലെ നെയ്യും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചേർന്ന് വരണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ഇലയിലേക്ക് എടുത്ത് വെക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ ഈവനിങ് സ്നാക്സിനോ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. അതിങ്ങനെ പപ്പടത്തിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.